ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ ഇപ്പോൾ കോടതി നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഏഹ്, ഇപ്പോൾ കോടതി നടപടിക്രമങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുതര ആരോപണങ്ങൾ കേജ്രിവാളിനെതിരെ ഇഡി കോടതിയിൽ ഉന്നയിക്കുന്നതാണ്. അതിന്റെ റിപ്പോർട്ടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേജ്രിവാൾ അന്വേഷണത്തോട് സഹകരിച്ചില്ല, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ഇഡി കോടതിയെ അറിയിച്ചു. അഴിമതി നടത്താൻ അരവിന്ദ് കെജ്രിവാളും BRS നേതാവ് കെ കവിതയും ഒരുമിച്ച് പ്രവർത്തിച്ചു. 45 കോടി രൂപ ഹവാല വഴി ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്നും ഇഡി പറഞ്ഞു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി അരവിന്ദ് കെജ്രിവാളിനെ 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടു. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ഇഡിയുടെ നടപടി പകപോക്കലാണെന്നും കേജ്രിവാൾ കോടതിയിൽ വാദിച്ചു. കേജ്രിവാളിന് വേണ്ടി അഭിഷേക് മനു സിംഗ്വിയും ഇഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവുമാണ് കോടതിയിൽ ഹാജരായത്. തന്റെ ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നുവെന്നാണ് അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ പ്രതികരണത്തിലേക്കാണ് ആദ്യം. अविन सर कुछ कहना है, कुछ संदेश सर? मेरा जीवन देश के लिए समर्पित है और चाहे अंदर हो या बाहर देश के लिए काम करना है। अविन सर വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് തത്സമയം. ആദ്യം രാധാകൃഷ്ണനിലേക്ക്. RK, ഈ ഏതാണ്ട് 40 മിനിറ്റിലേറെ നീണ്ട വാദമുഖങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകൻ ഉയർത്തി. അതിനുശേഷം ഇപ്പോൾ മനസ്സിലാക്കുന്നത് പ്രകാരം അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ വാദിക്കുകയാണ്. പ്രധാനമായും ഇഡി ഉയർത്തിയ വാദം ഇതൊരു വലിയ അഴിമതിയാണ്, ആ അഴിമതിയുടെ കിങ് പിന്നാണ് അരവിന്ദ് കെജ്രിവാൾ. അതിൽ എത്ര കോടിക്കണക്കിന് രൂപ കോഴ ചോദിച്ചു വാങ്ങുകയാണ്, അത് വിവിധ തെരഞ്ഞെടുപ്പുകൾക്കായി ഉപയോഗിച്ചത് എങ്ങനെയാണ്, പാർട്ടിയുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചത് എങ്ങനെയാണ്, പാർട്ടിയുടെ കൺവീനർ എന്ന നിലയിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനാണ്, ഒപ്പം വ്യക്തിപരമായ ഇടപെടലും തെളിവുകൾ അടക്കമുണ്ട്. ഇതാണോ ഇഡി മുഖ്യമായും ഉയർത്തിക്കാട്ടിയത്? അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന അഭിഭാഷകരുടെ ഒരു നിര ആണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. അതിൽ സീനിയർ അഭിഭാഷകനായിട്ടുള്ള മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള അഭിഷേക് മനു സിംഗ്വിയുടെ വാദം പൂർത്തിയായി. അതിനുശേഷം വിക്രം ചൗധരിയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി വാദിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി വാദിച്ചു തുടങ്ങിയ അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത്, ഇന്നലെ എന്റെ കേസ് ഡൽഹി ഹൈക്കോടതി എനിക്ക് ഇൻട്രീം പ്രൊട്ടക്ഷൻ അനുവദിക്കാതെ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ആ നടപടി, ആ കേസ് കോടതിയിൽ തുടരുമ്പോൾ മറ്റൊരു ദിവസത്തേക്ക് കോടതി കേസ് മാറ്റിവെക്കുമ്പോൾ 1 മണിക്കൂറിനുള്ളിൽ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പല കാര്യങ്ങളും എന്നോട് ചോദിക്കണമെന്നും ആ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം നൽകുന്നില്ല എന്നതുമാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം നൽകേണ്ടത് എന്ന് കോടതിയിൽ വ്യക്തമാക്കിയാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറാണ്. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, എന്നോട് ഉത്തരങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോട് ചില പ്രസ്താവനകളുടെ ഉത്തരവാദിത്വം ഏൽക്കാനാണ്, ചില പ്രസ്താവനകൾ നടത്തിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏൽക്കാനാണ് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം എനിക്കില്ല. എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, എന്നിൽ നിന്നും അറിയേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അറസ്റ്റ് നിയമപരമായിട്ട് നിലനിൽക്കുന്നതല്ല എന്ന് പൂർണ്ണമായിട്ടും സ്ഥാപിക്കാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകരുടെ ശ്രമം. അതിനു വേണ്ടിയിട്ടാണ് അവർ വാദിക്കുന്നത്. ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ഒരു പ്രാഥമികമായിട്ട് ആ ഘട്ടത്തിൽ ASGക്ക് കോടതിയിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം ട്രാഫിക് മൂലമുള്ള ചില ബുദ്ധിമുട്ടുകളിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. പ്രതിഷേധം നടക്കുന്നത് കൊണ്ട് വരാനായിട്ട് സാധിച്ചിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ഒരു പ്രാഥമികമായിട്ടുള്ള വിവരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ജഡ്ജിന് അഭിഷേക് മനു സിംഗ്വി നൽകിയത്. അതിന് തുടർച്ചയായിട്ടാണ് ASG കോടതിയിലെത്തുകയും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഈ കേസിലെ നടപടിക്രമങ്ങൾ PMLA-യുടെ സെക്ഷൻ 19 പ്രകാരം പൂർണ്ണമായിട്ടും തങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അറസ്റ്റ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സാഹചര്യത്തിലാണ് നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമല്ല. അരവിന്ദ് കെജ്രിവാള് ഈ കേസിൽ പങ്കാളിയാണ് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്. ആ തെളിവുകൾ ഈ കേസിന്റെ അനുബന്ധ രേഖകളായിട്ട് മാറാനായി പോവുകയാണ്. അരവിന്ദ് കെജ്രിവാളിന് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾക്ക് പൂർണ്ണത കൈവരികയുള്ളൂ. മാത്രമല്ല, മാപ്പ് സാക്ഷികളായിരിക്കുന്നവർ നൽകിയ മൊഴി അനുസരിച്ച് വിജയ് നായർ അടക്കമുള്ളവരുമായിട്ടുള്ള ബന്ധം അരവിന്ദ് കെജ്രിവാളിന്
ഉള്ളതാണ്. അതുകൊണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണം. 40 കോടി രൂപയാണ് ഈ ഹവാലയായി ഗോവയിലേക്ക് കൊണ്ടുപോയത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളും ഈ കേസിന്റെ ഭാഗമായിട്ട്, വാദത്തിന്റെ ഭാഗമായിട്ട് ASG ഉന്നയിച്ചു. ചുരുക്കത്തിൽ ഈ കേസിലെ നടപടിക്രമങ്ങൾ PMLA ആക്ടിന്റെ 19 സെക്ഷൻ 19 പ്രകാരം പൂർണ്ണമായിട്ട് നിർവഹിച്ചു എന്നത് ഉറപ്പിക്കാനാണ്, വാദിച്ച് സ്ഥാപിക്കാനായിട്ടാണ് ASG ശ്രമിച്ചത്. മറുപടിയായിട്ട് അഭിഷേക് മനു സിംഗ്വി ഈ PMLA ആക്ടിന്റെ 19 പറയുന്ന തത്വങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ഈ അറസ്റ്റ് എന്ന വാദമാണ് മുന്നോട്ട് വെച്ചത്. വളരെ കൃത്യമായിട്ട് ചില കേസുകളിൽ സുപ്രീം കോടതി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള വ്യക്തമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകണം, തെളിവുകൾ ഉണ്ടാകണം. പ്രഥമ ദൃഷ്ട്യാ ആ തെളിവുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് എതിരായിരിക്കണം. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാൾ വാദിച്ചത്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് എതിരായിട്ടുള്ള തെളിവുകൾ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. കോടതി ഒരു റബ്ബർ സ്റ്റാമ്പ് അല്ല, കോടതിയെ റബ്ബർ സ്റ്റാമ്പ് ആക്കാനാണ് ED താല്പര്യപ്പെടുന്നത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടകളുണ്ട് എന്നതടക്കമുള്ള ഒരുപിടി വാദങ്ങളായിരുന്നു അഭിഷേക് മനു സിംഗ്വിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അഭിഭാഷകനായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ ആയിട്ടുള്ള ചൗധരി ഇപ്പോൾ അദ്ദേഹത്തിന്റെ പക്ഷം അവതരിപ്പിക്കുന്നത്. അനുജ, അതെ, ആ വാദങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. ഞാൻ ആർക്കയിലേക്ക് തിരികെ എത്താം. എസ് വിജയകുമാർ കൂടി തത്സമയം ചേരുന്നുണ്ട്. വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനമായി ഏത് തരത്തിലേക്കാണ് കോഴപ്പണം വിനിയോഗിച്ചത് എന്നത് ED വ്യക്തമാക്കുന്നുണ്ട്. അത് ചോദിച്ചു വാങ്ങുകയായിരുന്നു. സൗത്ത് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ഇടപാടുകൾ നടന്നത്, എങ്ങനെയാണ് അവർക്ക് ഈ ഇടപാടുകളിൽ പങ്കാളികളാകാൻ കഴിഞ്ഞത്, പിന്നീട് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു നൽകി, ഇടനിലക്കാരന് വേണ്ടി അരവിന്ദ് കെജ്രിവാൾ നേരിട്ടിടപെട്ട് എന്തൊക്കെ ചെയ്തു, ഈ കോഴത്തുക അത് ഗോവ തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്നു, കൂടാതെ പഞ്ചാബ് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നു, 100 കോടി രൂപ ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഗോവ തെരഞ്ഞെടുപ്പ് കാലത്ത് സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് 45 കോടി രൂപ ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചു, ഇതെല്ലാം ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇതിലെല്ലാം തെളിവുകളുണ്ട്, വാട്സാപ്പ് ചാറ്റുകളുണ്ട്, കോൾ റെക്കോർഡ്സ് ഉണ്ട്, അങ്ങനെ ആ തെളിവുകൾ അടക്കമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നടപടി എന്ന് ED പറയുമ്പോൾ വളരെ ഗൗരവതരമായ ഒരു ആരോപണം എന്ന രീതിയിൽ തന്നെയല്ലേ അതിനെ കാണേണ്ടത്? അനുജ, ഇതുവരെ കോടതി മുൻപാകെ ED നിരത്തിയ വാദങ്ങൾ അവരുടെ പക്കലുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ കുറ്റപത്രത്തോടൊപ്പമുള്ള തെളിവുകൾ എന്ന് ഇതിനോടകം പുറത്തു വന്നവ നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗൗരവമുള്ളതും പ്രധാനപ്പെട്ടതുമാണ്. നമ്മൾ ഇക്കാര്യത്തിൽ അറിയേണ്ടത് ഈ മനീഷ് സിസോദിയ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയാണ്. അരവിന്ദ് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമനായിരുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് 1 വർഷമായി ഈ കേസിൽ ജാമ്യം കിട്ടാത്ത സാഹചര്യമുണ്ട്. സത്യേന്ദ്ര ജെയിൻ ആരോഗ്യമന്ത്രി, ഈ കേസിലും അദ്ദേഹത്തിനും പങ്കുണ്ട്. അദ്ദേഹവും കുറെ കാലം ജയിലിൽ കിടന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കൊടുത്തിരുന്നു. പക്ഷേ ഈ കേസിലും അദ്ദേഹത്തിന്റെ പങ്കും ഇതിനോടകം ED അന്വേഷണത്തിൽ കോടതിയിൽ എത്തിയിട്ടുള്ളതാണ്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിട്ട അല്ലെങ്കിൽ ED ആരോപണ വിധേയരെന്ന് ED പറയുന്നവർക്കൊക്കെ ജാമ്യം കിട്ടാത്ത തരത്തിൽ സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കേസ് അതിൻ്റെ അടിത്തറ ശക്തമാണെന്ന EDയുടെ വാദം അതിലാണ് ED കെട്ടിപ്പൊക്കുന്നത്. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനുജ തന്നെ സൂചിപ്പിച്ചു, സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കെജ്രിവാൾ പണം ചോദിച്ചു വാങ്ങി എന്നതാണ്. ആ പണം കൊടുത്തുവെന്ന് അതിലെ പ്രധാനപ്പെട്ട മദ്യ വ്യാപാരി പറയുകയും ചെയ്തു, ഡിസ്റ്റിലറി ഉടമ പറയുകയും ചെയ്തിട്ടുണ്ട്. അയാളുടെ മൊഴി അരവിന്ദ് കെജ്രിവാളിനെതിരാണ്. ഈ സൗത്ത് ഗ്രൂപ്പിലെ പ്രധാനിയുമായി കെജ്രിവാളിന് വേണ്ടി സംസാരിച്ചത് വിജയ് നായർ ആണ്. വിജയ് നായരുമായി സംസാരിക്കാൻ ഇയാൾ തയ്യാറാകാതിരുന്ന ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ വിളിച്ച് വിജയ് നായർ നമ്മുടെ കുട്ടിയാണ്, നമ്മളുടെ ആളാണ്, നമ്മളുടെ മൈ ബോയ് എന്ന് അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഒരു വീഡിയോ കോളിലൂടെ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അത് ഈ കോടതിയിൽ വന്ന രേഖകളിലാണ് ED അത് വ്യക്തമാക്കിയത്. അങ്ങനെ ആ നിലയിൽ പരിചയപ്പെടുത്തുകയും ഇടനിലക്കാരെ വെക്കുകയും അവർ വഴി പണം വാങ്ങുകയും ചെയ്തു. ഇത് ഹവാല മാർഗം ഗോവയിൽ എത്തിച്ച് സ്ഥാനാർത്ഥികൾക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും കൊടുത്തു. അവിടെ നിന്ന് അവരുടെ മൊഴി, അതായത് ഈ സ്ഥാനാർത്ഥികളുടെയും മറ്റു മൊഴി അതിനെ സാധൂകരിക്കുന്നതായി ഉണ്ട് എന്നാണ് ED ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഈ ഗ്രൂപ്പിൽ നിന്ന് പണം വാങ്ങുകയും പഞ്ചാബ് തെരഞ്ഞെടുപ്പിന് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ മദ്യനയം EDയുടെ കേസ് തന്നെ അങ്ങനെയാണ്. ഈ മദ്യനയം പൊതുമേഖലയിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുകയും സ്വകാര്യ മേഖലയിൽ ചിലരെ മാത്രം സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ താല്പര്യാർത്ഥം നയം മാറ്റുകയും ചെയ്തു. ഈ നയം എങ്ങനെ വേണമെന്ന് പരിശോധിക്കുന്നതിന് ഒരു വിദഗ്ധ സമിതിയെ ഡൽഹി സർക്കാർ നിയോഗിച്ചിരുന്നു. പക്ഷേ ആ സമിതി
യഥാർത്ഥത്തിൽ ഒരു പേരിന് മാത്രമുള്ള സമിതിയായിരുന്നു, ഒരു കടലാസ് സമിതിയായിരുന്നു. മുഴുവൻ തീരുമാനങ്ങളും എടുത്തത് കെജ്രിവാളും സിസോദിയും ഉൾപ്പെട്ട ഒരു സംഘമായിരുന്നു. ആ തീരുമാനം എടുക്കുന്നതിന് കാരണമായത് പാർട്ടി നടത്തിക്കൊണ്ടു പോകാനുള്ള പണം എവിടെ നിന്ന് കിട്ടുമോ അവർക്ക് വേണ്ട തരത്തിൽ നയം മാറ്റുക, അവരിൽ നിന്ന് പണം വാങ്ങുക, തെരഞ്ഞെടുപ്പുകളെ നേരിടുക. അങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ ഫണ്ട് ശേഖരണം എന്നത് സുതാര്യമാണ്. അവർ അതിനായി ഓൺലൈൻ സംവിധാനം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സുതാര്യമായി ജനങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങുന്ന ഒരു പാർട്ടി എന്നതാണ് ആം ആദ്മി പാർട്ടി എക്കാലത്തും അവരുടെ ക്ലെയിം അതായിരുന്നു. അങ്ങനെ സമാഹരിക്കുന്ന തുക നമുക്കറിയാം. അങ്ങനെ സാധാരണക്കാർ ആം ആദ്മി കൊടുക്കുന്ന പണം വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുക ഇക്കാലത്ത് എത്രത്തോളം യാഥാർത്ഥ്യബോധമുള്ള തീരുമാനമാണെന്ന് നമുക്കറിയാം. അങ്ങനെ നടപ്പാക്കാൻ കഴിയില്ല. അങ്ങനെ കൂടുതൽ പണത്തിന് ആവശ്യം വന്ന ഘട്ടത്തിൽ ഈ മദ്യനയം അതിനൊരു ഉപാധിയാക്കി ആം ആദ്മി പാർട്ടി മാറ്റി എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ കേസ്. ആം ആദ്മി പാർട്ടിക്കെതിരെയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ഓഫീസ് ബേഴ്സിനെതിരെയാണ്. അവിടെയാണ് അരവിന്ദ് കെജ്രിവാൾ കൺവീനറും മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള അതിൻ്റെ ഭാരവാഹികൾ ഈ പ്രതികളാവുകയും ചെയ്യുന്നത്. ഇവിടെ അനുജ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു, അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നു, ചാർജ് ഫ്രെയിം ചെയ്യുന്നതിനൊപ്പം ആം ആദ്മി പാർട്ടി ഒരു അഴിമതിയിലൂടെ രൂപപ്പെട്ട പാർട്ടിയാണ്. ഇടക്കാലത്ത് ED കൊണ്ടുപിടിച്ച് പ്രചാരണം നടത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. ആം ആദ്മി പാർട്ടി അഴിമതി പണം ഉപയോഗിച്ച് പ്രവർത്തിച്ച പാർട്ടിയാണ്. അതിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം റദ്ദാക്കണം, ആ പാർട്ടിക്കുള്ള അംഗീകാരം റദ്ദാക്കണം, അവരുടെ ചിഹ്നം മരവിപ്പിക്കണം. ഇത്തരം ആവശ്യങ്ങൾ ഇതിനോടകം ED മുന്നോട്ട് വെച്ചിട്ടുണ്ട്. BJP രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗീകാരം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാൻ തക്ക നിലയിലേക്ക് ഈ കേസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ രാഷ്ട്രീയമായി BJPക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആ കേസിനെ മാറ്റിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഈ അഴിമതി പണം ഉപയോഗിച്ച് ദൈനംദിന പ്രവർത്തനം നടത്തുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഈ നിയമവിരുദ്ധ ഏർപ്പാടിലൂടെ സർക്കാർ തന്നെ ശേഖരിച്ച് നൽകിയ പണം അവരിലേക്ക് എത്തുന്നു, അവരത് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അങ്ങനെ പ്രവർത്തിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തവർ അധികാരത്തിലെത്തുമ്പോൾ ഈ ഇല്ലീഗൽ വേയിലൂടെ പണം സമ്പാദിച്ച ആ ഗ്രൂപ്പുകൾക്ക് തീരുമാനമെടുക്കുക, അല്ല അവരെ സഹായിക്കേണ്ടി വരും. അപ്പോൾ അത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ആരോടും പ്രത്യേക താല്പര്യമോ സ്നേഹമോ ഒന്നും കൂടാതെ എല്ലാവരെയും ഒരുപോലെ കാണുമെന്ന സത്യപ്രതിജ്ഞാ ലംഘനം നടത്താൻ അംഗങ്ങളെ പ്രാപ്തരാക്കുന്ന, അല്ലെ അംഗങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് പാർട്ടി പ്രവർത്തനം മാറി എന്നതാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ ഉയരുന്ന ഏറ്റവും വലിയ ആരോപണം. അതാണ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഒരു കേസായി പോകാൻ BJP ഉൾപ്പെടെ തീരുമാനിച്ചതിൻ്റെ കാരണവും അതാണ്. അവിടെ ED കണ്ടെത്തിയ ഈ നിഗമനങ്ങൾ, അവരുടെ കുറ്റപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അത് ചെന്നെത്തുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിനൊപ്പം അദ്ദേഹം കൺവീനറായ ആം ആദ്മി പാർട്ടിക്ക് എതിരെ തന്നെയാണ്. അങ്ങനെ ഇത് ആ നിലയിൽ തെളിയിക്കപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അംഗീകാരം നഷ്ടമാകും, അതിൻ്റെ ചിഹ്നം ചൂല് എന്നത് അത് മരവിപ്പിക്കപ്പെടും. അത് തന്നെയാണ് വിജയകുമാർ, ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് ഏത് തരത്തിലേക്കാകും? ഇപ്പോൾ ഇന്ത്യ സഖ്യം കക്ഷികൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ നടപടിക്കെതിരെ ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാകാമെന്ന് നമുക്ക് കരുതാം.